നമസ്കാരം. ഞാനിപ്പോ ഈ പറയാൻ പോകുന്ന വാർത്ത നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ചു കാണും, എത്ര പേര് കേട്ട് കാണും? വളരെ ചുരുക്കം ആളുകൾ മാത്രമേ കേൾക്കാൻ സാധ്യതയുള്ളൂ. എന്തെന്ന് വെച്ചാൽ ദേശീയ മാധ്യമങ്ങൾ വളരെ വളരെ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്ത ഈ വാർത്ത മലയാളത്തിലെ പല പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ഒരു വലിയ നുണ പൊളിയും എന്നതുകൊണ്ട് തന്നെയാണ്. ജന്തർ മന്ദറിൽ നമുക്കറിയാം കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ ആ ഒരു ഐതിഹാസിക സമരം ഐതിഹാസിക വിജയം തന്നെയായിരുന്നു അല്ലെ? നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നടത്തിയ സമരം, ആ സമരത്തിന് ഈ രാജ്യത്തിലെ ജനങ്ങൾ കൊടുത്ത പിന്തുണ, ഇതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അവസാനം സമരം ജയിച്ചപ്പോൾ ഇതൊക്കെ ഞമ്മന്റെ ഇടപെടൽ മൂലമാണ് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി അടക്കം കാണിച്ച പല രീതിയിലുള്ള പട്ടി ഷോകളും നമ്മൾ കണ്ടിരുന്നു. ഇപ്പൊ എന്താണ് പുറത്തു വരുന്നത്? സോനം വാങ്ചുക്കിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. പല മാധ്യമങ്ങളും മുക്കിയ ആ വാർത്ത ഞാനൊന്ന് വായിക്കാം. ജന്തർ മന്ദറിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നടത്തിയ 26 ദിവസത്തെ നിരാഹാര സമരം അവസാനിപ്പിക്കാൻ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ സമീപിച്ചിരുന്നെങ്കിലും അനുകൂല പ്രതികരണം ലഭിച്ചില്ലെന്നാണ് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്ക് പറയുന്നത്. രാഹുലിന്റെ കയ്യിൽ നിന്ന് പഴച്ചാർ വാങ്ങി സമരം അവസാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്നും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഈ അവഗണനയിൽ തനിക്ക് കടുത്ത നിരാശയുണ്ടെന്നും വാങ്ചുക്ക് പറയുകയാണ്. ഈ വാർത്ത എത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഒന്ന് പറയൂ. ഇല്ല. സോനം വാങ്ചുക്കിന്റെ ഈ ഒരൊറ്റ പ്രതികരണത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമല്ലേ? ഈ സമരത്തിൽ യാതൊരു രീതിയിലുള്ള പങ്കുവഹിക്കാനോ ഈ സമരത്തിൽ വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കാനോ ഒരു ഘട്ടത്തിൽ പോലും രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. മറിച്ച് ഈ സമരം വിജയം കാണാൻ പോകുന്നു, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാൻ പോകുന്നു എന്ന ഒരു ഘട്ടം എത്തുമ്പോഴാണ് എട്ടുകാലി മമ്മൂഞ്ഞ് ചമഞ്ഞ് രാഹുൽ ഗാന്ധിയും സംഘവും നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ പടർത്തുന്ന രീതിയിൽ ഞങ്ങൾ ഈ CJP സമരത്തിനൊപ്പമായിരുന്നു, ഈ വിദ്യാർത്ഥികൾക്കൊപ്പമായിരുന്നു എന്ന് കാണിക്കാൻ അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് ഒരു മാർച്ച് നടത്തിയത്, ഒരു പ്രതിഷേധം നടത്തിയത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ ലോകസഭാ പ്രതിപക്ഷ നേതാവിന് സത്യത്തിൽ എന്താണ് പണി? ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിക്കുന്ന, വിദ്യാർത്ഥികളെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് ജന്തർ മന്ദറിൽ കുറേയധികം വിദ്യാർത്ഥികൾ ഒരു കൂട്ടായ്മ സമരം ചെയ്തപ്പോൾ എന്തായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പണി? ഞാൻ അന്നും നിങ്ങളുടെ അടുത്ത് ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഏതെങ്കിലുമൊക്കെ പുതിയ വണ്ടി ഇറങ്ങിയതിന്റെ ഈ പറയുന്നത് പോലെ എങ്ങനെയുണ്ട് പെർഫോമൻസ് എന്നറിയാൻ വേണ്ടി അദ്ദേഹം യാത്ര നടത്തുകയായിരുന്നോ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കയറി ഇറങ്ങി നടക്കുകയായിരുന്നോ എന്നാണ് ഞാൻ അന്നും ചോദിച്ചത്. ഇന്നും അന്നത്തെ ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നോക്കൂ, എന്താണ് ഈ പറയുന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചെയ്യേണ്ടത്? ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഈ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന സമരത്തിന്റെ വേദിയിൽ ചെന്ന് അഭിജിത് ദീപ്കെ അടക്കമുള്ള സോനം വാങ്ചുക്ക് അടക്കമുള്ള ആളുകളുടെ അടുത്ത് ചെന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയുകയല്ലേ വേണ്ടിയിരുന്നത്? പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും അത് നമ്മൾ കണ്ടോ? ഇല്ലേ ഇല്ല. മറിച്ച് എപ്പോഴാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയെയും ഈ പറയുന്ന മല്ലികാർജുൻ ഖർഗെയും VD സതീശനെയും KC വേണുഗോപാലിനെയും ഒക്കെ നമ്മൾ കാണുന്നത് ഈ സമരം വിജയത്തിലേക്ക് എത്തുന്ന ഘട്ടം എത്തുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങുകയാണ്. ആ സമരത്തിൽ പോലും എന്ത് വലിയ നാടകീയതയാണ് നമ്മൾ കണ്ടത്. അതായത് മല്ലികാർജുൻ ഖർഗെയുടെ ബർത്ത്ഡേ പാർട്ടി നടത്താൻ തീരുമാനിക്കുന്നു, എല്ലാ നേതാക്കളെയും ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തുന്നു, ശേഷം വരൂ നമുക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഒരു മാർച്ച് വെച്ച് കളയാം എന്ന് പറഞ്ഞ് മാർച്ച് നടത്തുന്നു. പിന്നെ എന്തൊക്കെയോ നാടകീയമായിട്ടുള്ള സംഭവങ്ങൾ അവിടെ അരങ്ങേറുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അല്ലെ? സത്യത്തിൽ ഇതൊക്കെയാണോ ഒരു പ്രതിപക്ഷ നേതാവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു വലിയ മുന്നണിയെ നയിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിനെ താഴെയിറക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധി ഒരു പക്വതയില്ലാത്ത, ക്വാളിറ്റി ഇല്ലാത്ത നേതാവാണെന്ന് ഈ സോനം വാങ്ചുക്കിന്റെ ഒരൊറ്റ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയല്ല. എന്ത് പ്രതിബദ്ധതയാണ് സത്യത്തിൽ ഇന്ത്യ മുന്നണിയോട് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഉള്ളത്? സത്യത്തിൽ കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യ മുന്നണി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ പറ്റുമായിരിക്കും. നോക്കൂ, ഈ നിതീഷ് കുമാറിനെ പോലും പിണക്കി വിട്ടത് ആരാണെന്നേ? ഈ കോൺഗ്രസ് ആണ്. നിതീഷ് കുമാറിനെയൊക്കെ പിണക്കി വിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ തീർച്ചയായും താഴെ ഇറക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന്റെ പിടിവാശിയാണ് കേരളത്തിൽ, അതുപോലെ തന്നെ ഈ രാജ്യത്ത് ഉടനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന BJPയുടെ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണമായി മാറുന്നതെന്ന് ആർക്കാണ് അറിയാത്തത്? രാജ്യത്തെ സംബന്ധിക്കുന്ന ഏത് വിഷയം എടുത്തു നോക്കിയാലും, രാജ്യത്തെ സംബന്ധിക്കുന്ന ഏത് വലിയ സമരങ്ങൾ എടുത്തു നോക്കിയാലും ആ സമരങ്ങളുടെ ഒന്നും മുന്നിൽ നമുക്ക് ഇവരെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, ഈ CJP സമരവുമായി ബന്ധപ്പെട്ട് ആരെയാണ് നമുക്ക് ഏറ്റവും മുന്നിൽ കാണാൻ കഴിയുന്നത്? ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇടത് ഈ പറയുന്ന വിദ്യാർത്ഥി സംഘടനകൾ, ഇടത് യുവജന സംഘടനകൾ, ഇടത് പാർട്ടികൾ, ഇവരല്ലാതെ ആരെങ്കിലും നമ്മൾ ആ സമരവേദിയിൽ കണ്ടോ?
ജോൺ ബ്രിട്ടാസിനെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള എ റഹീമിനെയും അതുപോലെ തന്നെ ഈ പറയുന്ന ഐഷി അടക്കമുള്ള ആളുകളെയൊക്കെ അല്ലാതെ നമ്മൾ വേറെ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയിലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യുവജന സംഘടനയിലെയോ വേറെ ഏതെങ്കിലും പാർട്ടിയിലെയോ നേതാക്കൾ നമ്മൾ അവിടെ ആ വേദിയിൽ കണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിൽ ഞങ്ങൾ ഇടപെടേണ്ടതില്ല എന്നൊരു തോന്നൽ ഇത്തരം നേതാക്കൾക്ക് ഉണ്ടാവുന്നത്? നിസാര സംഭവമാണോ അത്? നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 14 പേരാണെന്ന് ജീവനൊടുക്കിയത്. 14 പേർ. അതുപോലെ തന്നെ CBSE +2 പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ക്രമക്കേട് നടന്നിരിക്കുന്നു. അപ്പൊ ആ വിഷയത്തിൽ സ്വാഭാവികമായും ഇടപെടേണ്ട ബാധ്യത പ്രതിപക്ഷ നേതാവിന് ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. നോക്കൂ, ആ പിള്ളേര് വെറും 3 മാസം മാത്രം പ്രായമുള്ള ഒരു കൂട്ടായ്മ കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ, കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിച്ചിരിക്കുന്നു. ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? രാഹുൽ ഗാന്ധിയേക്കാൾ ക്വാളിറ്റി ഈ പറയുന്ന കൂട്ടായ്മയ്ക്കുണ്ട്, അല്ലെങ്കിൽ ഇവർക്കുണ്ട് എന്നുള്ളതല്ലേ. അഭിജിത് ദീപ്കയൊക്കെ നോക്കി കണ്ടു പഠിക്കണം രാഹുൽ ഗാന്ധി എന്ന് ഈ അവസരത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ, പറയാതിരിക്കാൻ കഴിയില്ല. നോക്കൂ, ഇപ്പോ ഐഷി അടക്കമുള്ള ആളുകളെ വേട്ടയാടാൻ വേണ്ടി ഈ പറയുന്ന AKG സെന്ററിലേക്ക് ദില്ലിയിലെ പോലീസുകാർ വരുന്ന സാഹചര്യം ഉണ്ടായല്ലോ. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ഐഷിയൊക്കെ ഈ പറയുന്നത് പോലെ അറസ്റ്റ് ചെയ്യാൻ ശ്രമം നടത്തിയത് വളരെ അപലപനീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കേട്ടോ? ഇല്ല. എല്ലാ ഘട്ടങ്ങളിലും BJPയെ സുഖിപ്പിക്കുന്ന, BJPയെ സന്തോഷിപ്പിക്കുന്ന നിലപാടുകളാണ് ഈ പറയുന്ന കോൺഗ്രസ് സ്വീകരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കുമല്ലോ, അല്ലേ? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ ഐഷിയെ പോലുള്ള ഒരു ഈ CJP സമരത്തിനൊക്കെ നേതൃത്വം നൽകിയ ഒരാളെ വലിയ രീതിയിൽ തന്നെ അടച്ച് ജയിലിൽ ഇടാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള, അല്ലെ ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ് ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ശബ്ദം ഉയർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടല്ലോ. VD സതീശൻ അടക്കമുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ശബ്ദം ഉയർത്താത്തത്? ഇവിടെ ED അടക്കമുള്ള, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അടക്കമുള്ളവർ മറ്റ് ഇന്ത്യ മുന്നണിയിലെ നേതാക്കന്മാരെ വേട്ടയാടുമ്പോൾ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ പ്രതികരിക്കുന്നുണ്ടെന്ന്, കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിക്കുന്നുണ്ടെന്ന്. എന്തുകൊണ്ടാണ് അത് ഇവിടെ ഈ വിഷയങ്ങളിൽ കോൺഗ്രസിന് കഴിയാതെ പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. PMC നടപ്പിലാക്കുന്നു, കേന്ദ്ര സർക്കാർ പറഞ്ഞതെല്ലാം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു ഇവിടുത്തെ കോൺഗ്രസും, രാജ്യത്തെ കോൺഗ്രസും. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഈ രാജ്യം പിടിക്കാൻ കഴിയുക? ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ആ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം തന്നെയാണ്. അത് വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മമതാ ബാനർജി അടക്കമുള്ള, അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള ആളുകൾ നേരത്തെ മുതൽ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? കോൺഗ്രസിനെ മുന്നിൽ വെച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ, മുന്നോട്ട് പോയാൽ ഇന്ത്യ മുന്നണി തകർന്നടിയും, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഒരിക്കലും നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അതിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അല്ലെ? സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ ഒരു പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട് ഇന്ത്യ മുന്നണിയിലുള്ള മറ്റുള്ള നേതാക്കൾ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയും ഇടത് യുവജന സംഘടനകളെയും വിദ്യാർത്ഥി സംഘടനകളെയും ഒക്കെ കണ്ടുപഠിക്കണം. സോനം വാങ്ചുക്കൊക്കെ ആരാണ്, അദ്ദേഹം ഈ രാജ്യത്തിന് നൽകിയിട്ടുള്ള സംഭാവന എന്താണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം, അല്ലെ? നമുക്കറിയാം. പക്ഷെ അദ്ദേഹത്തെ പോലും ഒരു ആന്റി നാഷണലിസ്റ്റ് ആയിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി ചില സംഘപരിവാരങ്ങൾ ശ്രമം നടത്തിയപ്പോൾ പോലും അക്ഷരം മിണ്ടിയില്ലെന്നേ ഈ ലോകസഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ഈ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അമേഠിയിൽ മത്സരിച്ചു, അറിയാലോ എന്തായിരുന്നു ഒന്നാം അവസ്ഥ? ഒരു സീരിയൽ നടിയോട് തോറ്റു. ഇപ്പൊ തന്നെ ഈ തവണ തന്നെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? മത്സരിച്ചത് 2 ഇടങ്ങളിലും കോൺഗ്രസിന്റെ കോട്ടകളിലാണ്. ഒന്ന് റായ്ബറേലി, അമ്മ മാറി നിന്നപ്പോൾ മകൻ അവിടെ വന്ന് മത്സരിക്കുന്നു. അവിടെ ഏത് കുറ്റിച്ചൂലിനെ കൊണ്ടുപോയി നിർത്തിയാലും ജയിക്കും. അത് BJPയുടെ കോട്ട പോലുമല്ല. രണ്ടെവിടെയാണ്? വയനാടാണ്. വയനാട് ഇതുപോലെ തന്നെയാണ്. ആരെ കൊണ്ടുപോയി നിർത്തിയാലും, ഏത് കോൺഗ്രസ്സുകാരനെ കൊണ്ടു നിർത്തിയാലും അവർ ജയിക്കും. അതും BJPയുടെ കോട്ടയാണോ? അല്ല. അപ്പൊ BJPയെ താഴെ ഇറക്കാൻ പറ്റും, അല്ലെങ്കിൽ താഴെ ഇറക്കുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ തീർച്ചയായും അവരുടെ കോട്ടകളിൽ പോയല്ലേ മത്സരിക്കേണ്ടത്. എന്നാൽ അവിടെയൊന്നും നമ്മുടെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല. രാഹുൽ ഗാന്ധി എന്നല്ല, പ്രധാനപ്പെട്ട നേതാക്കളാരും തന്നെ മത്സരിക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായും ഇന്ത്യ മുന്നണി ഇത്തരത്തിലുള്ള അഴുക്കുകളെയൊക്കെ മാറ്റി നിർത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ രാജ്യം പിടിക്കാൻ കഴിയും. രാഹുൽ ഗാന്ധിയൊക്കെ സത്യത്തിൽ BJPയുടെ ഒരു അനുഗ്രഹമാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. നരേന്ദ്രമോദിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ഒരു വലിയ അനുഗ്രഹമാണ്. അത് ഈ പൊളിറ്റിക്സ് ഒക്കെ കാര്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന, കാര്യമായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. ഞാനിത് പറയുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ്സുകാർ പൊട്ടിത്തെറിച്ച്, നീ എന്തിനോടാ ഇങ്ങനെ സംസാരിക്കുന്നത്, നീ കമ്മിയാണോടാ, നീ മറ്റന്നാടാ മറിച്ചാടാ എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വരും. എങ്കിൽ പോലും അവരും മനസ്സിനുള്ളിൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ ശരിയാണല്ലോ എന്ന് തിങ്ക് ചെയ്യുന്നുണ്ടാവും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.